ശ്രദ്ധിക്കേണ്ടത് ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ അന്വേഷണം പൂർണ്ണമായിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ നേരിട്ട് കൊലപാതകം നടത്തിയവർ, ഗൂഢാലോചന നടത്തിയവർ, അവരുടെയൊക്കെ വിവരങ്ങൾ മാത്രമാണ്, അവരുടെ മേലുള്ള കുറ്റപത്രമാണ് ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 41ഓളം പ്രതികൾ ആകെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത്തെ കുറ്റപത്രത്തിന് മേലുള്ള അന്വേഷണം പോലീസ് തുടരുന്ന സാഹചര്യം മാത്രമാണുള്ളത്. അതെല്ലാം പുറത്തു വന്ന ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ മറ്റു വിധികൾ കൂടി, ഇവരെ പ്രതികളെ സഹായിച്ചതടക്കം മൊബൈൽ സിം കാർഡുകൾ എടുത്ത് നൽകിയതടക്കമുള്ള പല കേസുകൾ പിന്നീട് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം വന്നതിന് ശേഷമാണ് ഇനി രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. ആദ്യത്തെ കുറ്റപത്രത്തിലാണ് 15 പ്രതികൾ ഉണ്ടായിരുന്നത്. 8 പ്രതികൾ ഈ കൃത്യം നേരിട്ട് നടത്തി, മറ്റ് 4 പേർ പുറത്ത് ഉണ്ടായിരുന്നു. അതായത് 12 പേർ ആകെ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അവരുടെ മറ്റുള്ളവർ ഈ ഗൂഢാലോചന ഭാഗമാകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കേസിൽ ഒരു വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പരമാവധി അതായത് IPC 302, IPC 120B 120B ക്രിമിനൽ ഗൂഢാലോചന, IPC 449 മാരകായുധങ്ങളുമായി വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന്, IPC 447 വീട്ടിൽ അതിക്രമിച്ച് കയറിയത് തന്നെയാണ്, വീട്ടിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് IPC 420. അങ്ങനെ വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇതിൽ വിധി വന്നിരിക്കുന്നത്, ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം വിധി ഫലത്തിൽ ആ കുറ്റപത്രം പൂർണ്ണമായും ഏതാണ്ട് അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 1-ാം പ്രതി നൈസാം, അജ്മൽ, 2-ാം പ്രതി അജ്മൽ, 3-ാം പ്രതി അനൂപ്, 4-ാം പ്രതി മുഹമ്മദ് അസ്ലം, 5-ാം പ്രതി സലാം പൊന്നാട്, 6-ാം പ്രതി അബ്ദുൽ കലാം, 7-ാം പ്രതി സഫറുദ്ദീൻ, 8-ാം പ്രതി മുൻഷാദ് എന്നിവരാണ് നേരിട്ട് ഈ വീടിനുള്ളിൽ ഈ കൃത്യം നിർവഹിച്ചത്. ആദ്യം തന്നെ കൂടം കൊണ്ട് തലക്കടിച്ച് രഞ്ജിത്തിനെ വീഴ്ത്തുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് ഉരിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. ഭാര്യയും അമ്മയും കുഞ്ഞും രഞ്ജിത്തിന്റെ മകളും അടക്കം ഈ പ്രതികളോട് കാലിൽ പിടിച്ചപേക്ഷിച്ചിട്ടും അവർ ഒരു തരത്തിലും ഈ ക്രൂരകൃത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം നടത്തിയ ആദ്യത്തെ വെട്ടിൽ ഈ വെട്ടുകത്തി, ഈ കത്തി താഴേക്ക് തുളഞ്ഞിറങ്ങി ഏതാണ്ട് 1.5 അടിയോളം താഴ്ചയിൽ ഉണ്ടായിരുന്നു. അത്രത്തോളം ക്രൂരമായിരുന്നു. മുഖം ഏതാണ്ട് പൂർണ്ണമായും വെട്ടി ചിന്ന ഭിന്നമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും അറ്റുകിടക്കുന്ന സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 40-ലധികം വെട്ടുകൾ രഞ്ജിത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ടിൽ കാണുകയും ചെയ്തത്. എന്തായാലും ഇതിനൊക്കെ പിന്നാലെയാണ് വിശദമായ കുറ്റപത്രം പോലീസ് സമർപ്പിക്കുന്നു. ആദ്യത്തെ കുറ്റപത്രത്തിലാണ് ഈ 15 പേർ ക്കെതിരെ അതിഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഫലത്തിൽ ആ കുറ്റപത്രത്തിന്മേൽ വിചാരണ നടക്കുകയും അതിന്മേൽ ഇപ്പോൾ വിധി വരികയും ചെയ്തിരിക്കുന്നു. ഈ 15 പേർക്കും വധശിക്ഷ എന്നുള്ളതാണ് മാവേലിക്കര സെഷൻസ് ജഡ്ജി VG ശ്രീദേവി നൽകിയിരിക്കുന്ന വിധി. ജി ശ്രീജിത്താണ്